സർജറിക്ക് മുമ്പ് ഒരാൾ എങ്ങനെയൊക്കെ ഒരുങ്ങണം, ലൈഫ് സ്റ്റൈലിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത്, അതുപോലെ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലുള്ളവർക്കാണ് എപ്പോഴും കോസ്മെറ്റിക് സർജറി നല്ലതായിരിക്കുന്നത്. ചില ദുശീലങ്ങളുണ്ട്, ഇപ്പോൾ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസൊക്കെ കാര്യമായിട്ട് കൂടുതലുള്ളവരാണെങ്കിൽ അത് ഓപ്പറേഷൻ മുന്നേ സ്റ്റോപ്പ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു മാസം മുന്നേ തന്നെ സ്റ്റോപ്പ് ചെയ്യുക, നമ്മുടെ ഹെൽത്ത് ഒന്ന് റീഗെയിൻ ചെയ്യുക. അതുകൂടാതെ തന്നെ കൂടുതലും ഒരു മാനസികമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഇത് ഓപ്പറേഷനാണ്, ഒരു മാജിക് അല്ല, ഓപ്പറേഷനാണ്. ഒരു ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലും ഉണ്ടാവും. അതായത് ഒരു ഹീലിംഗ് ടൈം ഉണ്ടാവും, ഓപ്പറേഷന് ശേഷമുള്ള ചില ഭവിഷ്യത്തുകൾ, നീരുണ്ടാവും, ചേഞ്ചസ് ഒക്കെ കുറച്ച് സമയമെടുക്കും കാണാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊരു നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഇതിനെക്കുറിച്ചൊരു ചെറിയ രീതിയിൽ റിസർച്ച് ഒക്കെ ചെയ്യാം. ഡോക്ടറെ കാണുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ സമയമെടുത്ത് തീരുമാനിക്കുക. പറ്റുമെങ്കിൽ ഫാമിലിയോ ഫ്രണ്ട്സിനെയോ ഒക്കെ ഇൻവോൾവ് ചെയ്യുക. നമുക്ക് ഈ ഹീലിംഗ് ടൈമിലൊക്കെ ഒരു സപ്പോർട്ടൊക്കെ ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും. ഒറ്റയ്ക്ക് വന്ന് ചെയ്തു പോകുന്നവരുണ്ട്, ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ തന്നെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ആരെങ്കിലും സപ്പോർട്ട് കിട്ടുമെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ, ഒരു തുണ ഉണ്ടെങ്കിൽ എപ്പോഴും നന്നായിരിക്കും. പിന്നെ ഇതിനകത്ത് ചെറിയ ഓപ്പറേഷനാണ്, ഞാൻ പറഞ്ഞല്ലോ, ഓപ്പറേഷനാണ്. ചിലപ്പോൾ മൈനർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം, ഇംപെർഫെക്ഷൻസ് വരാം. നമ്മളൊരു മെഷീനിൽ ചെയ്യുന്ന പോലെയല്ല സർജറി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുക. ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻസ്, ഒരു മെഡിക്കൽ ലെവലിലുള്ള പ്രിപ്പറേഷനേക്കാളും ഇമ്പോർട്ടൻ്റ് നമ്മൾ മാനസികമായിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഇതിന് പ്രിപ്പയർഡ് ആവുന്നതാണ് ഏറ്റവും നല്ലത്.